വേനൽ കഴിഞ്ഞിട്ട് ഇവിടെ കാര്യമായിട്ട് മഴയൊന്നും കിട്ടിയിട്ടില്ല, പുതിയ കൃഷിയൊന്നും തുടങ്ങിയിട്ടില്ല. മഴ സൈഡിൽ വലിയൊരു കുന്നാണ്. ഇതാണ് വട്ടവട ഗ്രാമം. ഈ കുന്നിൻ ചെരുവിലുള്ള ഒരു കൊച്ചു ഗ്രാമമാണ്. നമസ്കാരം, എല്ലാവർക്കും ജിംനി എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് മൂന്നാറിലുള്ള വട്ടവട വില്ലേജാണ്. കേരളത്തിലെ എല്ലാവിധ വെജിറ്റബിൾസും വിളയുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് വട്ടവട. നമ്മളിപ്പോൾ പോകുന്നത് മെയ് മാസത്തിലാണ്. മഴയൊന്നുമില്ല, ജസ്റ്റ് ഒരു 2-3 ദിവസമായുള്ള ചെറുതായിട്ട് മഴ കേരളത്തിൽ പെയ്തിട്ട്. പക്ഷേ വട്ടവട വില്ലേജിൽ മഴയൊന്നും കിട്ടിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിവിടെ കാണാം, ഈ കൃഷി സ്ഥലങ്ങളൊക്കെ ഉണങ്ങിയിരിക്കുകയാണ്. ജൂണൊക്കെ കഴിഞ്ഞ് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ വരികയാണെങ്കിൽ ഇവിടെ നല്ല പച്ചപ്പും നല്ല ഭംഗിയും നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും. എന്നാലും നമുക്ക് ഈ മെയ് മാസത്തിലെ വട്ടവട ഒന്ന് കാണാം. 4 ഭാഗവും മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ചെറിയ ഗ്രാമമാണ് വട്ടവട. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അത് കാണാം. മൂന്നാറിൽ നിന്ന് വട്ടവടയ്ക്ക് വരുന്ന റോഡിൽ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കടന്നിട്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട്. ആ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൻ്റെ ഇടയിലുള്ള റോഡ് ഞാൻ ഇതിന് മുമ്പിൽ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. 4 കിലോമീറ്ററുള്ളൊരു ഫോറസ്റ്റിൽ കൂടെ കടന്നിട്ട് വേണം ഈ വട്ടവട വില്ലേജിലേക്ക് വരാനായിട്ട്. ആ വീഡിയോ കാണാത്തവർ തീർച്ചയായും ആ വീഡിയോ കാണുക. കാരണം പലർക്കും പല സംശയങ്ങളുണ്ട് ഈ വട്ടവട എത്തുന്ന റൂട്ട് എങ്ങനെയാണെന്നുള്ളത്. മിക്കവാറും ആൾക്കാർ മൂന്നാറിൽ നിന്ന് ടോപ്പ് സ്റ്റേഷൻ വരെ വന്ന് തിരിച്ചു പോവുകയാണ് പതിവ്. അവിടെ നിന്നൊരു 15 കിലോമീറ്ററുള്ള ഈ വട്ടവടയിലേക്ക് നിങ്ങൾക്ക് വളരെ സുഖമായി എത്താം, ഒരു ബുദ്ധിമുട്ടും കൂടാതെ. പിന്നെ ഈ വട്ടവടയിൽ പലർക്കുമുള്ളൊരു സംശയം ഇവിടെ ഓഫ് റോഡ് വാഹനങ്ങളാണ് പോവുകയുള്ളൂ എന്നുള്ളതാണ്. വളരെയധികം ജീപ്പുകൾ ഇവിടെ ഉണ്ട്. അവരെല്ലാം ഇങ്ങനെ ജനങ്ങളെ ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടാണ് ഇങ്ങനെ. ഒരു കാര്യമുണ്ട്, റോഡെല്ലാം വളരെ ഇടുങ്ങിയതാണ്. പല സ്ഥലങ്ങളിലും ഒരു വാഹനത്തിന് നമ്മൾ വഴി കൊടുക്കേണ്ടി വന്നാൽ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കഴിയുന്നതും ചെറിയ വാഹനങ്ങളായിട്ട് വരിക. ജീപ്പാണെങ്കിൽ പിന്നെ അവർക്ക് അതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ. ഓഫ് റോഡ് എന്ന് പറയാനായിട്ട് കാര്യമായിട്ടുള്ള സ്ഥലങ്ങളൊന്നുമില്ല. പക്ഷേ മൂന്നാറിലും മറ്റുള്ള സ്ഥലങ്ങളെ പോലെ തന്നെ കയറ്റവും ഇറക്കവും ഹെയർ പിൻ ബെൻഡുമുള്ള വഴികളാണ്. നേരോ റൂട്ടുമാണ്, ഞാൻ പറഞ്ഞല്ലോ. നമ്മളിപ്പോൾ കാണുന്നത് തന്നെ ഒരു വളരെ താഴേക്കുള്ള റോഡ് ഇറങ്ങിയിട്ട് വട്ടവല വില്ലേജിലേക്ക് ഇറങ്ങുകയാണ്. മെയിൻ റോഡിൽ നിന്ന് ഒരു ഹെയർ പിൻ ബെൻഡ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അടുത്തൊരു ഹെയർ പിൻ ബെൻഡ് നിങ്ങൾക്ക് കാണാം, അത് നമ്മളത് ഇറങ്ങി. ഇപ്പോൾ ഈ കാണുന്ന റോഡ് നമ്മൾ വട്ടവട വില്ലേജ് പാസ് ചെയ്തതിന് ശേഷം അടുത്ത് കാണുന്ന ഒരു മല, നമ്മൾ നേരത്തെ കണ്ടപ്പോൾ 2 കുന്നുകൾ കണ്ടിരുന്നു. ഓപ്പോസിറ്റ് കണ്ടിരുന്ന ആ കുന്നിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പോയി വന്നതിന് ശേഷം നമ്മൾ വട്ടവട വില്ലേജിലേക്ക് ഇറങ്ങാമെന്ന് കരുതി. കാരണം ഒരു ഫാം വിസിറ്റാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. സ്ട്രോബെറി ഫാമിൻ്റെ ഒരു കാഴ്ചകൾ കാണാനായിട്ട് ആണിപ്പോൾ പോകുന്നത്. വട്ടവടയിൽ നമ്മൾ അവിടെ ചെന്നിട്ട് വേറെ വാഹനമൊന്നും വിളിച്ചില്ലെങ്കിലും അവിടെ നമ്മളെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണമെങ്കിൽ ഗൈഡിൻ്റെ സഹായം കിട്ടുന്നതായിരിക്കും. ഞാനും ഒരു ഗൈഡിനെ കൊണ്ടാണ് പോയത്. അപ്പോൾ നമ്മൾ പോകുന്നത് ഫാം വിസിറ്റിനാണ്.
ഇവിടെ തന്നെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. നമ്മൾ തിരിച്ചു വരുമ്പോൾ അത് കാണാം. പക്ഷേ വെള്ളച്ചാട്ടം എന്ന് പേര് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വർഷക്കാലം തുടങ്ങിയിട്ടില്ല, അതുകൊണ്ട് വെള്ളമൊന്നുമില്ല. നല്ല മഴക്കാലം ആയിക്കഴിഞ്ഞാൽ നല്ല വെള്ളച്ചാട്ടമായിരിക്കും. നമ്മൾ ഈ കയറുന്ന കുന്ന്, അതായത് ഒരു മല, ഈ മലയുടെ ഓപ്പോസിറ്റ് സൈഡാണ് കാന്തല്ലൂർ എന്ന് പറയുന്നത്. ഒരു മലയുടെ 2 സൈഡുമാണ് വട്ടവടയും കാന്തല്ലൂരും. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാന്തല്ലൂർ കാണാം. അങ്ങനെ നമ്മൾ ഈ സ്ട്രോബെറി ഫാമിനകത്തേക്ക് വന്നു. സ്ട്രോബെറി കൃഷിയെല്ലാം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ തോട്ടത്തിലേക്ക് തന്നെ വളരെ താഴ്ചയുള്ളൊരു വഴിയാണ്. തോട്ടത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ചെറിയൊരു അരുവിയുണ്ട്. അതിൽ പഴയ രീതിയിലുള്ളൊരു ചെറിയ തടികളെ കൊണ്ടൊരു പാലം നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. നമ്മൾ ഈ പാലവും കഴിഞ്ഞ് അങ്ങോട്ട് ചെന്നാൽ നമ്മൾ സ്ട്രോബെറി ഫാമിലെത്തി. പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ഉള്ളൂ. അവിടെ ഇവിടെയായിട്ട് ചെറുതായിട്ട് സ്ട്രോബെറി എല്ലാം ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇവിടെ തന്നെ മറ്റൊരു സ്ഥലത്ത് നമ്മൾ കാണാൻ കഴിയുന്നത് വെളുത്തുള്ളി കൃഷിയാണ്. അതും വെളുത്തുള്ളി പാകമായിട്ടൊന്നുമില്ല, കൃഷി ചെയ്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിൽ പല സ്ഥലങ്ങളിലും വെളുത്തുള്ളി നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇവിടെ തന്നെ നമുക്ക് സ്ട്രോബെറി വാങ്ങാനും കിട്ടും. ഈ ഫാമിനകത്ത് തന്നെ മിക്കവാറും എല്ലാ ഫാമിനകത്തും ആ ഫെസിലിറ്റി ഉണ്ട്. അവിടെ നിന്ന് തന്നെ പറിച്ച് നമുക്ക് വാങ്ങാൻ കഴിയും. ഞങ്ങളും അവിടെ നിന്ന് അല്പം സ്ട്രോബെറി വാങ്ങി തിരിച്ച് ഫാമിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് പുറത്തേക്ക് പോന്നു. നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഇത് നമ്മൾ കണ്ടിരുന്ന 2ാമത്തെ ഒരു കുന്നിൻ്റെ മുകളിൽ കയറിയിട്ടാണെന്നുള്ളത്. അപ്പോൾ നമ്മളുടെ ദൗത്യം ഇനി ഈ കുന്നിൽ നിന്ന് വീണ്ടും താഴേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. താഴേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ ഈ റോഡ് കുറച്ച് കാണിക്കുന്നുണ്ട്. മറ്റൊന്നിനും വേണ്ടിയല്ല, ഇതാണ് ഇവിടങ്ങളിൽ പറയുന്ന ഓഫ് റോഡെന്ന് പറയുന്നത്. നമ്മളുടെ എല്ലാ വാഹനങ്ങളും പോകുന്ന റോഡാണ്. ടാറിങ് അല്പം മോശമാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലും മിക്കവാറും റോഡുകൾ പല സ്ഥലത്തും ഇങ്ങനെ നമുക്ക് റോഡ് കാണാം. പക്ഷെ അത് നമുക്കൊരു ഓഫ് റോഡൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ വാഹനം കൊണ്ട് തന്നെ പോകാവുന്നതാണ്. പക്ഷെ നമുക്കവിടെ ഉള്ള ഈ സ്പോട്ടുകളെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ഏത് വഴിക്ക് പോകണമെന്നുള്ളത്. വളരെ താഴേക്ക് പോകുന്ന റോഡാണ്. ഇവിടെയാണ് വാട്ടർഫോൾ എന്ന് പറഞ്ഞ് വാഹനം ഞാനിവിടെ നിർത്തി. ഒരു ചെറിയ കനാൽ പോലെ ഇവിടെ കാണാം. ആ വാട്ടർഫോൾ വഴി വെള്ളം വരുന്ന ഒരു കനാലാണ്. പക്ഷേ ഇപ്പോൾ അവിടെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, വെള്ളമൊന്നുമില്ല. നമ്മളവിടെ താഴെ ഇറങ്ങിപ്പോയിട്ട് പ്രത്യേകിച്ചൊന്നും കാണാനില്ല. വട്ടവടയിലെ വാട്ടർഫോളാണ്. ഞങ്ങളവിടെ നിന്ന് വീണ്ടും തിരിച്ചു. ഇതാണ് റോഡ്. ഞാൻ പറഞ്ഞത്, റോഡെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്, പക്ഷേ ഓഫ് റോഡൊന്നുമല്ല. ഈ റോഡ് ഇറങ്ങി വരുമ്പോഴും നമുക്ക് ഒരു സൈഡിലായിട്ടൊരു കുന്നും മറ്റേ സൈഡിൽ വട്ടവട ഗ്രാമവും നമുക്ക് കണ്ട് ആസ്വദിച്ച് യാത്ര തുടരാം.
നമ്മൾ സ്വന്തം വാഹനത്തിലാണ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് നമുക്ക് തന്നെ ഒരു സേഫ്റ്റി തോന്നും, സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാം. ജീപ്പെല്ലാം ഹയർ ചെയ്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ അതൊന്നും പറ്റില്ല. നമ്മൾ രണ്ട് സൈഡുമെല്ലാം പിടിച്ചിരിക്കണം. ആടി ഉലഞ്ഞുള്ള യാത്രയായിരിക്കും. ചിലർക്ക് അതായിരിക്കും ഇഷ്ടം. എന്നാലും ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ സ്വന്തം വാഹനത്തിൽ തന്നെ ഇങ്ങനെ കറങ്ങുന്നതായിരിക്കും. ഇവിടെ നിന്ന് നമുക്ക് ഈ ഗ്രാമത്തിൻ്റെ ഭംഗി ആസ്വദിക്കാം. കൃഷി സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ തട്ടുതട്ടായിട്ട് കിടക്കുന്നതാണ്. പ്രത്യേകിച്ച് കൃഷിയൊന്നും ഇപ്പോൾ ഇല്ല ഇവിടെ. ആ തട്ടുകളിലായിട്ട് പല സ്ഥലത്തും കൃഷി ചെയ്തിരിക്കുന്നത് വെളുത്തുള്ളിയാണ്. സ്ട്രോബെറിയും വെളുത്തുള്ളിയും മാത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് ഈ സമയത്ത്. നമ്മളങ്ങനെ ആ കുന്നിറങ്ങിയിട്ട് വട്ടവടയുടെ സമതലമായ പ്രദേശത്തെത്തി. വട്ടവല വില്ലേജിനകത്തേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. ഇവിടെ വീടുകളും മറ്റും ഉള്ള സ്ഥലത്തേക്ക് പോയിട്ടില്ല. കാരണം അതിനുള്ളിലെല്ലാം വളരെ ഇടുങ്ങിയ വഴികളാണ്. ഇവിടുത്തെ കൃഷിക്ക് വേണ്ട സാമഗ്രികളും ഉള്ള ചെറിയ കടകളും അതുപോലെ കൃഷിക്കാരെല്ലാം താമസിക്കുന്ന ഒരു ചെറിയ വില്ലേജാണത്. നിങ്ങൾക്ക് ഈ യാത്രയിൽ വട്ടവട വില്ലേജിൽ കൂടി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെ കാണാമെന്നുള്ളതിൻ്റെ ഒരു ഭംഗി കൂടി ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും നമ്മൾ ഈ വഴികൾ കൂടി കാണിച്ചത്. ഇതുപോലുള്ള വഴികളാണ് ഈ വട്ടവടയിൽ മുഴുവനുള്ളത്. കയറ്റവും ഇറക്കവും വളവുമെല്ലാം ഉള്ള ചെറിയ റോഡുകൾ. അപ്പോൾ നിങ്ങൾ വട്ടവടയിൽ കൂടെ യാത്ര ചെയ്തൊരു അനുഭൂതി നിങ്ങൾക്ക് തോന്നി കാണും. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഹണി മ്യൂസിയമാണ്. വട്ടവട ടൗണിൽ തന്നെയുള്ളത്. ഇവിടെ തേനീച്ചകളെ കുറിച്ച് എങ്ങനെയാണ് തേനീച്ചകളുടെ ജോലിയെന്നും തേനീച്ചകൾ എങ്ങനെയാണ് കൂടുണ്ടാക്കുന്നതെന്നും എല്ലാം
ഈ മ്യൂസിയത്തിലുള്ളവർ നമുക്കൊന്ന് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. നിങ്ങളിവിടെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്കെല്ലാം ഈ തേനീച്ചയെക്കുറിച്ചും അതിൻ്റെ തേൻ ശേഖരണത്തെക്കുറിച്ചുമുള്ള നല്ലൊരു അറിവ് കിട്ടുന്നതായിരിക്കും. ഇതിനുശേഷം ഒരു ഡോക്യുമെൻ്ററി കൂടി അവർ കാണിക്കുന്നുണ്ട്. അതുകൂടി ഞാൻ അല്പം ഈ വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ആൾക്കാർ സംസാരിക്കുന്നത് തമിഴ് കലർന്ന മലയാളമാണ്. അങ്ങനെ ഈ തേനീച്ചക്കൂടിനെയും അതിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തതിനു ശേഷം ഞങ്ങളെ ചെറിയൊരു ഡോക്യുമെൻ്ററി കാണുന്നതിന് വേണ്ടി അടുത്ത മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഡോക്യുമെൻ്ററിയാണ് ഇവിടെ കാണുന്നത്. നമുക്ക് അല്പം ഈ ഡോക്യുമെൻ്ററി കൂടി കാണാം. ആ ഡോക്യുമെൻ്ററി കൂടി കണ്ടിട്ട് ഞങ്ങൾ പുറത്തേക്ക് കടന്നു. ഡോക്യുമെൻ്ററി കണ്ടിട്ട് ഞങ്ങൾ പുറത്തേക്ക് കടന്നു. അതിനുശേഷം ഞങ്ങൾ ഇവിടെ പുറത്തുള്ള എക്കോ ഷോപ്പുണ്ട്. നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം അവിടെ നിന്ന് വാങ്ങിച്ചതിന് ശേഷം ഈ വട്ടവടയോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ വീണ്ടും മൂന്നാറിലേക്ക് യാത്ര തുടങ്ങുകയാണ്.